BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസ്സാര തോൽവിയല്ലെന്നും പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KK ശൈലജ പറയുന്നു. CPMന് അടുത്ത കാലത്തുണ്ടായ സംഘടനാ ദൗർലഭ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും KK ശൈലജ പറയുന്നുണ്ട്. സമരം നടത്തുന്നതിന്, ജനങ്ങളെ അണിനിരത്തുന്നതിന് സഹായകമായ രീതിയിൽ പ്രാദേശികമായും മുകൾ തട്ടിലും അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടത്തണം. പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ തുടങ്ങിയവയുടെ പ്രവർത്തനം അല്പം പിന്നോക്കാവസ്ഥയിലായിട്ടുണ്ട്. വർഗസമരത്തിലുള്ള ഊന്നലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനാ ചിട്ടയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ KK ശൈലജ ചൂണ്ടിക്കാട്ടുന്നു. പ്രവർത്തകരുടെയും നേതാക്കളുടെയുമെല്ലാം പെരുമാറ്റവും ഭാഷാശൈലിയും ജീവിത രീതിയും പരിശോധിക്കുകയും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ തിരുത്തുകയും വേണം. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടായ വോട്ട് ചോർച്ച പരിശോധിക്കണം. തെറ്റിദ്ധാരണകളുടെ പുറത്തുനിന്ന് ഇടതുപക്ഷത്തിൽ നിന്നും മാറിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കണം. CPM പ്രമുഖരായ ചിലർ പാർട്ടി വിട്ടുപോവുകയും UDFുമായി ചേർന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇടതുപക്ഷ അനുഭാവികളെയും പാർട്ടി മെമ്പർമാരെയും കാര്യങ്ങൾ ധരിപ്പിച്ച് വീഴ്ച തിരുത്തി മുന്നോട്ടു പോകാൻ കഴിയണം. നുണപ്രചരണങ്ങളെ അതിജീവിക്കാൻ സാധിക്കണമെന്ന നിർദ്ദേശങ്ങളും KK ശൈലജ മുന്നോട്ട് വയ്ക്കുന്നു. ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനവും വീഴ്ചയും നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. മതവിശ്വാസത്തെയും ആരാധനാ സമ്പ്രദായത്തെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഇടതുപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സംരക്ഷിക്കാൻ സാധിക്കണം. അത് ആക്രമിക്കപ്പെടുമ്പോൾ സംരക്ഷണ കവചമായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. എന്നാൽ അതെല്ലാം മറന്ന ഇടതുപക്ഷം മതത്തിനും വിശ്വാസത്തിനും എതിരാണെന്ന ദുഷ്പ്രചരണത്തിൽ വീണുപോകുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്നും KK ശൈലജ വ്യക്തമാക്കുന്നു. അതേസമയം ജൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനവും KK ശൈലജ മുന്നോട്ട് വെച്ചു. കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ള പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതുതലമുറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും ഇടതുപക്ഷം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. 2016 8 വയസ്സുള്ള കുട്ടി 2026 വോട്ടവകാശമുള്ള പൗരനായി മാറിയിട്ടുണ്ട്. 2016 മുമ്പുള്ള കേരളത്തെക്കുറിച്ചോ കടന്നുവന്ന പാതകളെക്കുറിച്ചോ പുതിയ തലമുറയിൽ പലർക്കും അറിയാൻ കഴിഞ്ഞില്ലെന്നും വരില്ല. കേരളത്തിന്റെ സാധ്യതകളേക്കാൾ കൂടുതലായിരിക്കും അവരുടെ പ്രതീക്ഷകൾ. അതിന് കുറവ് വരുമ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്നവർക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങും. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും കേരളത്തിലെ ജൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. മാധ്യമരംഗത്തും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജൻസിയുടെ ഭാഷയിൽ അവരെ സമീപിക്കാൻ ഇടതുപക്ഷത്തിന് വേണ്ടത്ര കഴിയുന്നില്ലെന്നും KK ശൈലജ വിമർശിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.